ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു കുക്കറിലോട്ട് ചെറുപയറും പിന്നെ ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒന്നല്ല 2 റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പോളം ചെറുപയറെടുത്ത് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവാനും പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് പിന്നെ ആവശ്യമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് വേവുന്നതും അതിൽ കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീടായാലും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് മുന്നേ ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ചെറുപയറൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 4-5 വിസിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്കൊന്ന് മാറ്റുന്നുണ്ട്. ആ ഒരു സമയം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിനുള്ള ഒരു പുളി എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൈവച്ചൊന്ന് ഞെരടി എടുക്കാം. കുറച്ച് സമയം വെള്ളത്തിൽ ഒന്ന് കിടന്നോട്ടെ. ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ചെറുതായിട്ട് ഞാനൊന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ദാണ്ടെ നമ്മുടെ കുക്കറിലിവിടെ വെച്ചിരുന്ന ഐറ്റം ഒക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 വിസിൽ കേട്ടിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. ദാണ്ടെ ചെറുപയറൊക്കെ കുറച്ചധികം വെന്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വേവേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ കുറച്ച് വെന്താൽ മതി കേട്ടോ. ഞാൻ വിസിൽ കൂടിപ്പോയി. അപ്പോഴ് ഇതുപോലെ ഇത്രയും വേവേണ്ട, കുറച്ചും കൂടെ കുറച്ച് വെന്താൽ മതി. ദാണ്ടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞു പോയി. എങ്കിലും സാരമില്ല. അപ്പം നമുക്ക് ഇനി ഈ തക്കാളിയൊക്കെ എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചെറുപയറിലെ ഈ വെള്ളമെല്ലാം മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് ഊറ്റി മാറ്റി വെക്കാവേ. നമുക്ക് ഈ വെള്ളം ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ദാണ്ടെ ചെറുപയറിലെ വെള്ളമെല്ലാം ഞാനൊന്ന് ഊറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇതും നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം കടുക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്ത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് കേട്ടോ. ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളേൻ്റെ പകുതി മാത്രം എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് നേരം ഇട്ട് വൈറ്റ് കളർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്ക് നമ്മുടെ ചെറുപയറുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചെറുപയർ എടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം.
ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി വേവ് കുറവായിരുന്നെങ്കിൽ കുറച്ച് നല്ല വിട്ട് വിട്ട് കിടന്നേനെ. ഇത് ഏകദേശം ഒരു കുഴഞ്ഞ പരുവമായി പോയി കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും വേവിക്കാൻ നിൽക്കണ്ട. ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിയിലോട്ടൊന്ന് പോയതാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വിസിലെല്ലാം കേട്ട് അതാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പൊ ദാണ്ടെ നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഒരു കുഴഞ്ഞ തോരൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഒരു റെസിപ്പിയും കൂടെ കാണിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ വേവിച്ചെടുത്ത തക്കാളി അതിന്റെ തൊലി കളഞ്ഞിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി ഒരു 10ഓളം ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ടേബിൾ സ്പൂണോളം ചെറുപയർ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ദാണ്ടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും ചേർത്തിട്ട് ആ മസാല നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട് ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചെറുപയർ വെന്ത വെള്ളം ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഇതുപോലെ കുറച്ച് ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ പുളിവെള്ളം അതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കൊന്തൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ചേർത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഞാനൊരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മിക്സാക്കി നല്ല പോലെ ഒന്നങ്ങ് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം ഓഫാക്കാം. ഇതൊരു ചെറുപയർ രസമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ല 2 റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോറിന് പിന്നെ കറിയൊന്നും വേണ്ടല്ലോ. ഈ 2 ഐറ്റം മതിയാവും. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാണ്ട് നല്ല അടിപൊളി ഒരു ചെറുപയർ രസമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മുടെ ചെറുപയർ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുപയറൊക്കെ 2 തക്കാളിയും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ട് 2 ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.